അങ്ങ് രാജ്യസഭയിൽ എന്താണ് ഈ പറയുന്നത്? നാം രാജാവാണ്. നാം എന്ത് ചെയ്താലും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണോ അതോ സ്വന്തം നന്മയ്ക്ക് വേണ്ടി ഞങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയോ? പ്രതാപൻ, അങ്ങ് കേവലം നമ്മെ മാത്രമല്ല യുഗപുരുഷനായ ആദിദേവനെ കൂടിയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആജ്ഞ നൽകാനുള്ള ഉചിതമായ സമയമല്ല. അതുകൊണ്ടാണ് തെറ്റായ ആജ്ഞ നൽകുന്നത്. നാം ഇപ്പോൾ നൽകിയത് തെറ്റായ ആജ്ഞയല്ല പ്രതാപൻ. നമ്മൾ എല്ലാവരും ഇത്രയും കാലം ആദിദേവന്റെ ആജ്ഞയെയാണ് ലംഘിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രൂപനഗരത്തിൽ പുതിയ രാജാവിന്റെ പട്ടാഭിഷേകമാണ്. എന്നാൽ ഇവിടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ കലഹം ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം ഇവിടെ സകലതും ശിഥിലമായി. ഇപ്പോൾ വിക്രമദേവനൊപ്പം ആരും തന്നെയില്ല. ഇത് തന്നെയാണ് നല്ല അവസരം. അവരുടെ രാജ്യം ഇപ്പോൾ പൂർണ്ണമായും ദുർബലമായി. അഥവാ ഈ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊട്ടും ഉചിതമാകില്ല. അടുത്ത രാജാവ് ആരാണ് അതുപോലും അവരിതുവരെ തീരുമാനിച്ചിട്ടില്ല. അതേ ജോഡില, നീ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. രാജാവിന്റെ ആരോഗ്യം മോശമാണ്. അയാളുടെ ഒപ്പം ഈ സമയത്ത് ആരും തന്നെയില്ല. രാജകൊട്ടാരത്തിൽ വലിയ കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആക്രമണം തടയാൻ രാജാവിന് ഒരിക്കലും സാധിക്കില്ല. ഇതൊരു വലിയ അവസരമാണ്. ഈ ഒരു അവസരം പ്രതീക്ഷിച്ചുകൊണ്ട് എത്ര കാലമായി കാത്തിരിക്കുന്നു. ഇതാ ഇത്തവണ ജോഡിലയുടെ ആക്രമണം നടത്താനുള്ള സമയം എത്തിയിരിക്കുന്നു. പിതാശ്രീ ദയവ് ചെയ്ത് അങ്ങ് ശാന്തനായാലും. ഈ കുടുംബത്തിൽ അശാന്തി പടരാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇളയമ്മേ ദയവായി പിതാശ്രീയെ ബോധ്യപ്പെടുത്തിയാലും. നോക്ക്, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അങ്ങ് ദയവ് ചെയ്ത് ശാന്തനായാലും. അദ്ദേഹം ചെയ്യുന്നത് എന്തായാലും ഏറെ ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങ് ഇത്രയും ക്രുദ്ധനാകാതെ ശാന്തനായിരുന്നാലും. നാം ശാന്തനാകില്ല. ആരുടെയെങ്കിലും ഇഷ്ടമോ അനിഷ്ടമോ അനുസരിച്ച് ഈ രാജ്യം മുൻപോട്ട് പോകില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് ആദിദേവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഇതാ ഇന്നും അതുതന്നെ സംഭവിക്കും. നാം ഒരു പിതാവായിരിക്കുമ്പോൾ നമ്മുടെ മകൾ രൂപവതിക്ക് ആപത്ത് സംഭവിക്കണമെന്ന് നാം ഒരിക്കലും ആഗ്രഹിക്കില്ല. എങ്കിലൊരു രാജാവ് എന്ന നിലയ്ക്ക് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുന്നതല്ലാതെ നമ്മുടെ പക്കൽ മറ്റു മാർഗമില്ല. അഥവാ ആദിദേവന്റെ ആജ്ഞ എന്തിനേക്കാളും ഉപരിയാണെങ്കിൽ കേവലം ഒരു സന്ദേശത്തിൽ കുറിച്ചതുകൊണ്ട് മാത്രം രാജാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. അവളും പരീക്ഷകളിൽ വിജയിച്ചു കാണിക്കേണ്ടതാണ്. ആദിദേവന്റെ ദിവ്യമായ വാളുയർത്തി സ്വയം തെളിയിച്ചു കാണിക്കേണ്ടതാണ്. ആ ദിവ്യമായ വാൾ ഇതാണ്. ഈ ഉടവാൾ രൂപനഗരത്തിന്റെ ഭാവി നിശ്ചയിക്കുവാനുള്ളതാണ്. നാമും അതുപോലെ നമ്മുടെ പൂർവികരായ രാജാക്കന്മാരും ഈ ഉടവാൾ ഉയർത്തുന്നതിൽ വിജയിച്ചിരുന്നു. ഇന്നും രാജകുടുംബത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഈ ഉടവാൾ ഉയർത്തുന്നതിൽ വിജയിക്കുന്നതാണ്. അതുപോലെ ആ സമയത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നതാണ്. ഇനി നമുക്ക് ശേഷം രൂപനഗരത്തിന്റെ സിംഹാസനം അലങ്കരിക്കുന്നത് ആരായിരിക്കണമെന്ന്. അല്ലയോ രാജപുരോഹിത, ഇനി ആരംഭിച്ചാലും. ഓകുകുമാര, ഈ ദിവ്യമായ ഉടവാൾ ഉയർത്തി നീ രാജാവാകാൻ യോഗ്യനാണെന്ന യാഥാർത്ഥ്യം ഏവർക്കും കാണിച്ചു കൊടുക്കൂ. എല്ലാവരും ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രൂപനഗരത്തിൽ നിന്നേക്കാൾ യോഗ്യതയുള്ളവരായി മറ്റാരുമില്ല. പോകൂ. കുമാരദേവൻ വിജയിക്കട്ടെ! കുമാരദേവൻ വിജയിക്കട്ടെ!
കുമാര കുമാര ഇത് പിഴവാണ്. വീണ്ടും ഒരിക്കൽ കൂടി ശ്രമിക്കുന്നതാണ്. ഇവിടെ എന്തോ വളരെ വലിയൊരു പിഴവ് സംഭവിക്കുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഇവിടെ ഒരു പിഴവും സംഭവിക്കുന്നില്ല. അഥവാ ഈ ഉടവാൾ നമുക്ക് ഉയർത്താൻ സാധിക്കില്ലെങ്കിൽ മറ്റാർക്കും അതിന് സാധിക്കില്ല. ആർക്കും അതിന് സാധിക്കില്ല, ആർക്കും ആവില്ല. മഹാരാജൻ വിക്രമദേവന് ഇത് ഉയർത്താൻ സാധിച്ചിരുന്നു കുമാര. അതും സ്വന്തം കരങ്ങൾ കൊണ്ട്. അദ്ദേഹം വളരെ സാവധാനം ഈ ദിവ്യമായ ഉടവാൾ തന്റെ കരങ്ങൾ കൊണ്ട് ഉയർത്തിയതുമാണ്. ഈ ഉടവാൾ ഇനി മറ്റാരെങ്കിലും ഉയർത്തും കുമാര. അങ്ങിനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അതൊരു വ്യക്തിക്ക് മാത്രം സാധിക്കും, ഏറ്റവും യോഗ്യനായ വ്യക്തിക്കു മാത്രം. രൂപവതി, പറഞ്ഞാലും പിതാശ്രീ. നീ ചെന്നാലും പുത്രി, ഒരു തവണ പരിശ്രമിച്ചു നോക്കൂ. നാമോ? ഇതെപ്രകാരമാണ് സംഭവിക്കുന്നത്? രൂപനഗരത്തിലെ പുതിയ രാജാവിനെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. ഈ രാജ്യം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കാര്യം എന്താണെന്ന് ഇപ്പോൾ തന്നെ അന്വേഷിക്കുകയാണ് വേണ്ടത്. അവർക്കുള്ള മറുപടി നമ്മൾ നൽകുകയും വേണം. നിങ്ങളേവരും ഉത്തരദിശയിലേക്ക് പോകൂ. അനുയോജ്യമായ സമയം നോക്കി നമുക്ക് ആക്രമണം നടത്താം.